38ാമത്തെ വയസ്സിൽ തായ്ലൻഡ് പോലെ വലിയൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. തായ്ലൻഡ് സുന്ദരിയായ പാറ്റോൺടാൻ ഷിനാവാത്ത് ഈ അപൂർവ ഭാഗ്യം ലഭിച്ച ഒരു രാഷ്ട്രീയക്കാരിയാണ്. തായ്ലൻഡിലെ വളരെ ധനികമായ ഒരു കുടുംബത്തിലാണ് പാറ്റോൺടാൻ ഷിനാവത്ത് ജനിച്ചത്. അവരുടെ അച്ഛനും ആൻറ്റിയും ഒക്കെ തായ്ലൻഡ് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. തായ്ലൻഡിൽ നിന്ന് തന്നെ രാഷ്ട്രതന്ത്രത്തിൽ BA ബിരുദം നേടിയ ഈ പെൺകുട്ടി പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഹോട്ടൽ മാനേജ്മെൻറ്റിൽ MSc ഡിഗ്രി എടുക്കുകയും ചെയ്തു. സ്വന്തമായി വലിയ ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഉടമയായ ഈ പെൺകുട്ടിക്ക് തായ്കോം ഫൗണ്ടേഷൻ എന്ന ഒരു വലിയ കമ്പനിയും അതുപോലെ 21 വലിയ കമ്പനികളിൽ ഷെയറുകളുമുണ്ട്. രാഷ്ട്രീയത്തിൽ കുറെ കൂടി ഇടതുപക്ഷ നയങ്ങളാണ് ഈ പെൺകുട്ടി സ്വീകരിച്ചിട്ടുള്ളത്. LGBT-ക്കാരുടെ അവകാശങ്ങളെ അംഗീകരിച്ച ഈ പെൺകുട്ടി ബാങ്കോക്ക് നഗരത്തിൽ പ്രൈഡ് പരേഡ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുക പോലും ചെയ്തു. കുറ്റകൃത്യങ്ങൾ കുറെ കൂടി കർക്കശമായി നിയന്ത്രിക്കണമെന്നും മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ കർശനമായി നേരിടണമെന്നും ഈ പെൺകുട്ടി വിശ്വസിക്കുന്നു. പാറ്റോൺടാൻ ഷിനാവത്ത് സ്വയം തന്നെ ഒരു സോഷ്യലി ലിബറൽ ക്യാപിറ്റലിസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ സ്വാധീനത്തിൽ ആയിരുന്ന തായ്ലൻഡിനെ ചൈനയുടെ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഈ പെൺകുട്ടി ശ്രമിക്കുകയും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യം സന്ദർശിക്കുന്ന രാജ്യമായി ചൈനയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. എങ്കിലും അമേരിക്കൻ പക്ഷക്കാരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തായ്ലൻഡിൽ വന്നപ്പോൾ ഊഷ്മളമായ ഒരു സ്വീകരണം നൽകുവാനും ഈ പെൺകുട്ടിക്ക് സാധിച്ചു. അമേരിക്കൻ പക്ഷത്തുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാനും അതേസമയം ചൈനയുമായി കൂടുതൽ അടുക്കുവാനും ഈ പെൺകുട്ടി ശ്രമിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര വിഷയങ്ങൾ പഠിക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. തായ്ലൻഡിലെ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായ പിട്ടാക്ക സുക്സാബാത്താണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ്. 2 വയസ്സും 4 വയസ്സുമുള്ള ചെറിയ 2 കുട്ടികളും അവർക്കുണ്ട്. ഇടതുപക്ഷ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തക വലതുപക്ഷ ശൈലിയിൽ സുഖലോലുപമായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. തായ്ലൻഡിലെ നിയമപ്രകാരം ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ സ്വത്തുക്കൾ വെളിപ്പെടുത്തണമെന്ന് നിർബന്ധമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ കൊടുത്ത പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെൻറ്റിൽ തനിക്ക് 217 ലക്ഷറി ഹാൻഡ് ബാഗുകൾ ഉള്ളതായും 75 ലക്ഷറി വാച്ചുകൾ ഉള്ളതായും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അതിനു പുറമെ തനിക്ക് $400 മില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ സമ്പത്തുള്ളതായും ഈ പെൺകുട്ടി ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്.